Hi friends, welcome back to our channel. 6ാം ക്ലാസ് ഇംഗ്ലീഷ് 2022-23 വർഷത്തിലെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then activity number 1, read the following poem and answer the questions. ഒരു പോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോം വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്ത് നോക്കാം. 5 little seeds, 3 will make flowers and 2 will make weeds. Under the leaves and under the snow, 5 little seeds are waiting to grow. Out comes the sun, down comes a shower, and up come the 3 pretty pink flowers. അപ്പോൾ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയെന്ന് നോക്കി നോക്കാം. Then first question, what do the seeds wait to grow? What do the seeds wait to grow? അപ്പോൾ ആ പോമിൽ കൊടുത്തിട്ടുണ്ട് അണ്ടർ ദ ലീവ്സ് ആൻഡ് ദ സ്നോ. അപ്പോൾ എവിടെയാണ് സ്നോയുടെയും ലീവ്സിൻ്റെയും അണ്ടറിലാണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് 2 pairs of rhyming words from the poem. പോയത്തിൽ നിന്ന് രണ്ട് റൈമിംഗ് വേർഡ്സിൻ്റെ പെയേഴ്സ് എഴുതാൻ. അപ്പോൾ ആ ലൈനിൻ്റെ ലാസ്റ്റ് വരുന്ന ഒരേപോലത്തെ സൗണ്ട് വരുന്ന വേർഡ്സ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടും? സീഡ്സ്, വീഡ്സ്, അതുപോലെ തന്നെ സ്നോയും ഗ്രോയും. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്ലവേഴ്സ് കെയിം അപ്പ്? എത്ര ഫ്ലവേഴ്സാണ് കെയിം അപ്പ് ചെയ്തത്? 3 ഫ്ലവേഴ്സാണ്. ദെൻ ആൻസർ ഈസ് 3. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോം ദാറ്റ് മീൻസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് മീനിങ് വരുന്ന ഒരു വേർഡ് പോമിൽ നിന്ന് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഏതാണ് ആ വേർഡ്? പ്രെറ്റി. എന്താണ്? പ്രെറ്റി. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ, വാട്ട് ഹെൽപ്പ് ദ ഫ്ലവേഴ്സ് കം അപ്പ്? എന്താണ് ഫ്ലവേഴ്സ് കം അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? സണ്ണും അതുപോലെ തന്നെ ഷവറും. ലാസ്റ്റ് ഒരു ലൈൻ വരുന്നുണ്ട്, ഔട്ട് കംസ് ദ സൺ, ഡൗൺ കംസ് ദ ഷവർ. അപ്പോൾ എന്തൊക്കെയാണ്? സണ്ണും ഷവറും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Then activity 2, I can't cheat anybody as you did. My father taught me not to harm anybody. Take your rings back. The merchant looked at Kala in wonder. Kala was happy as she could teach the merchant a lesson. Kala was eager to share the incident with her father. അപ്പോൾ എന്താണ്? കാല അവിടുത്തെ മെർച്ചൻറ്റിനോട് പറയാണ്, എനിക്ക് ആരെയും ചീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെയും വേദനിപ്പിക്കുകയൊന്നും ചെയ്യരുത്, അതുകൊണ്ട് ഈ റിങ് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെർച്ചൻറ്റിനെ ഒരു ലെസൺ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നടന്ന ഇൻസിഡൻ്റൊക്കെ കാലയുടെ അച്ഛനോട് പറയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവേഴ്സേഷൻ, റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ കാല ആൻഡ് ദ ഫാദർ. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. കാല: Hello father. Hi Kala, did you sell your watermelon? Then Kala parayanu, no father, but I wasn't going to sell it anyways. Why? I met a merchant and he tried to cheat me. Oh, so sad. But he couldn't. I taught him a lesson. അപ്പോൾ എന്താണ്? എനിക്ക് ആ വാട്ടർമെലന് വിൽക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇന്നൊരു മേർച്ചൻറ്റിനെ മീറ്റ് ചെയ്തു, എന്നിട്ട് ആ മേർച്ചൻറ്റിനെ ചീറ്റ് ചെയ്യാൻ വന്നു. പക്ഷെ ഞാൻ ആ മേർച്ചൻറ്റിനെ ഒരു ലെസൺ പഠിപ്പിച്ചു എന്നൊക്കെ കാല അച്ഛനോട് പറയാണ്. അപ്പോൾ ഫാദർ, ദാറ്റ്സ് എ ഗ്രേറ്റ് ജോബ്, ഗുഡ് ജോബ് കാല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Then next activity കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 3, every year 21 March is observed as International Day of Forest. Prepare a poster related to the day. അപ്പോൾ എന്താണ്? ഫോറസ്റ്റിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ അത് കൂട്ടുകാർ തയ്യാറാക്കുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റിക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 4. Then activity 4, Radha saved a man from the river. Radha, you are great. What a swimmer you are. How bravely you saved a man, said Ranjit. എന്താണ്? രാധ സേവ്ഡ് എ മാൻ ഫ്രം ദ റിവർ. രാധ എന്ത് ചെയ്തു? എ മാനെ റിവറിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ അവിടെ നിൽക്കണ ഒരു രാധ, യു ആർ ഗ്രേറ്റ്, വാട്ട് എ സ്വിമ്മർ യു ആർ എന്നൊക്കെ ആരാണ്? രഞ്ജിത്ത് പറയാണ്. എ മാൻ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്. അപ്പോൾ എ മാൻ ഇങ്ങനെ ഒരു അഷെയിംഡായി. ഇനി നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് എ മാൻ? അപ്പോൾ എ മാൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന തോട്ട്സ്, ചിന്തകൾ എന്തെല്ലാം ആയിരിക്കും?
What I have done, avoiding my closet cousin Radha, I should have listened to her. She saved my life. I thought Radha doesn't know swimming, but she seems better than us. I feel ashamed of myself. Now onwards, I will be a good friend of her. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ ആയിരിക്കും രാധയുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ട് അമാൻ്റെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. Then activity 5 edit the following passage ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. Aman, come back, you fool. Radha heard the shouts. She found Aman caught up in the current. All the other was shouting, but Dad no one to jump into the current. Radha quickly took off her shoes and jumped from the water. അപ്പോൾ എന്താണ് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം. Aman come back, you fool, full stop. Then Radha, അതൊരു നെയിമാണ്, അത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വേർഡാണ്. ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ 6 മാറ്റിയിട്ട് അവിടെ 6 ക്യാപിറ്റൽ ആക്കണം. Heard the shouts. She found Aman caught in the current. All the others was shouting. All the others was shouting അല്ല, all the others were shouting. എന്താണ് were shouting, but dared no one to jump. But no one dared. എന്താണ് വരിക? But no one dared to jump into the current. Radha quickly took off her shoes. ഷൂസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. SHOES ആണ് വരിക. ആൻഡ് ജമ്പഡ് ഫ്രം ദ വാട്ടർ അല്ല, ആൻഡ് ജമ്പഡ് ഇൻ ടു ആണ് വരിക, ഇൻ ടു ദ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6, ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒരു 5 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ബേർഡിനെ കിട്ടിയിട്ട് അത് കേജിലാക്കിയിട്ട് വെക്കുകയാണ്. ദെൻ ഒരു ബേർഡ് പറന്നു പോകുന്നത് ഒരു കുട്ടി നോക്കിക്കുന്നുണ്ട്. അതിനെ കണ്ടിട്ട് ഈ ബോയ് ആ ബേർഡിനെ പറത്തി വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നൗ ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഓൺ ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയിലെ ഈവൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം അതിലെന്തൊക്കെ കാണുന്നു എന്നുള്ളത്. While a boy was walking in a park or road. അപ്പോൾ ഒരു ബോയ് പാർക്ക് ഓർ റോഡ് എന്താണെന്ന് വെച്ചാൽ എഴുതാം. നടന്നുകൊണ്ടിരിക്കുമ്പോൾ he found an injured bird. ഒരു മുറി പറ്റിയിട്ടുള്ള ഒരു ബേർഡിനെ കണ്ടു. He took the bird to home. അപ്പോൾ എന്ത് ചെയ്തു ഈ ബേർഡിനെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. Then he kept the bird inside the cage and gave food. എന്താണ് ഈ ബേർഡിനെ കേജിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഈ ബേർഡിന് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുത്തു. ഓക്കെ, one morning he saw a group of birds flying happily in the park through his window. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ദിവസം ഈ ബോയ് കണ്ടു ഈ കുറേ ബേർഡ്സ് ഇങ്ങനെ സന്തോഷമായിട്ട് പാർക്കിലൂടെ എങ്ങനെ പറന്നു പോകുന്നത് ഈ ബോയ് കണ്ടു. ഹി ബിക്കം വെരി സാഡ് അബൌട്ട് ഹിസ് ബേർഡ്. അപ്പോൾ ഈ ബേർഡ് ഇങ്ങനെ കൂട്ടിലൊക്കെ ഇരിക്കില്ല. അപ്പോൾ ഇത് ആലോചിച്ചപ്പോൾ ഈ ബോയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. ഹി ഇമ്മീഡിയറ്റ്ലി ഫ്രീ ദ ബേർഡ്. അപ്പോൾ എന്ത് ചെയ്തു, അവൻ പെട്ടെന്ന് തന്നെ ഈ ബേർഡിനെ ഫ്രീ ആക്കി. ബേർഡ് ബിക്കെയിം വെരി ഹാപ്പി. അങ്ങനെ ഈ ബേർഡിന് വളരെയധികം സന്തോഷമായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.